ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചന വേൾഡ്. ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ എനർജി എന്താണെന്ന് നോക്കാമെന്നാണ്. അപ്പം റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഫാമിലിക്ക് വേണ്ടിയോ കരിയറിന് വേണ്ടിയോ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇല്ല എങ്കിൽ ഇവർക്ക് ഒരു കൺഫ്യൂഷനാണ്. ഫാമിലി സമ്മതിക്കുമോ, ഇല്ല എങ്കിൽ വീട്ടുകാർ സമ്മതിച്ചില്ല എങ്കിൽ എങ്ങനെയാണ് ലവ് മാരേജ് ചെയ്യുക, എങ്ങനെ ഞാൻ എൻ്റെ പേഴ്സണിന് വേണ്ടി ആക്ഷൻ എടുക്കും, ഞാൻ ആവശ്യമുള്ളവർക്കൊന്നും ശ്രദ്ധ കൊടുക്കുന്നില്ല, ഞാൻ കൂടുതലായിട്ട് ശ്രദ്ധ മറ്റുള്ളവർക്ക് കൊടുത്തത് കാരണം എന്നെ വേണ്ടവർക്ക് ഞാൻ ശ്രദ്ധ കൊടുക്കുന്നില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് ഇവർ ശ്രദ്ധ തരുന്നില്ലായിരിക്കാം, ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ തരുന്നു, ഫാമിലിക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ല. എന്തോ ഒരു വിഷമവും കൺഫ്യൂഷനിലുമാണ് ഇവർ. ഇങ്ങനെ ഓരോരോ ചോദ്യങ്ങൾ അവരുടെ മനസ്സിൽ ഇന്നത്തെ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്. ഇവിടെ ഈ ഒരു കൺഫ്യൂഷനിൽ ആർക്കാണ് ഞാൻ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ള തീരുമാനം ഇന്ന് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾക്കാണോ അതോ അവരുടെ ഫാമിലിക്കാണോ, ഇല്ലെങ്കിൽ അവരുടെ കരിയറിലാണോ, എന്തിനാണ് കൂടുതൽ പ്രയോറിറ്റി അവർക്ക് കൊടുക്കേണ്ടത് എന്നുള്ള തീരുമാനം ഇന്നെടുക്കും. ഇനി ഇവർ നിങ്ങൾക്കാണ് പ്രയോറിറ്റി തരുവാൻ തീരുമാനിച്ചത് എങ്കിൽ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു സൈഡ് വച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ ഇന്നത്തെ ദിവസം ഇവർ എവിടെയോ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ആ കാര്യത്തിലും കൺഫ്യൂഷനാണ് ഇവർക്ക്. അവിടെ പോകണോ ഇവിടെ പോകണമോ എന്നുള്ള കാര്യത്തിൽ പോലും കൺഫ്യൂഷനാണ് ഇവർക്ക് ഇന്നത്തെ ദിവസം. കൂടാതെ ഇന്നത്തെ ദിവസം ലവ് ലൈഫിൽ ഇവർക്ക് സക്സസ് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇവിടെ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തു വന്ന് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഇവർ തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങളെയാണ് ചൂസ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ എക്സ്പ്രസീവ് അല്ലായിരുന്നിട്ടുണ്ട് എങ്കിൽ ഇനി നിങ്ങളോട് ഇന്നത്തെ ദിവസം ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവരുടെ. ഇതുകൂടാതെ ഇന്നത്തെ ദിവസം ഇവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റോ എന്തെങ്കിലും പ്രസൻറ്റേഷനോ എന്തോ ഒരു വർക്കുണ്ട് എങ്കിൽ അതിൽ ഒരു സക്സസ് ഇവർക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. എല്ലാം നല്ല രീതിയിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഡിസ്റ്റൻസിലാണ് ഉള്ളത് എങ്കിൽ യൂണിയൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ എന്തോ ഒരു തീരുമാനം അല്ലെങ്കിൽ ആക്ഷൻ എടുക്കുന്നു. അത് എടുക്കുന്നതിലൂടെ ഫ്യൂച്ചറിൽ ഇവർക്ക് നല്ല ഗുണം ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആക്ഷൻ ഇവർ ഇന്നത്തെ ദിവസം എടുത്തതിലൂടെ. വർക്ക് പ്ലേസിൽ ഇന്നത്തെ ദിവസം കുറച്ച് ഹെയ്റ്റിക്കാനുള്ള ഷെഡ്യൂളാണ്. അതായത് ബിസി ഷെഡ്യൂളായിരിക്കും ഇന്നത്തെ ദിവസം ഇവർക്ക്. ഇനി നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ അവരുടെ കുഞ്ഞുങ്ങൾ കാരണം ഇന്ന് വിഷമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി ഇവർ സിംഗിൾ ആണ് എങ്കിൽ ഇവർ ഇന്നത്തെ ദിവസം ഇമ്മെച്യൂറായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുട്ടികളെ പോലെ ഇന്നത്തെ ദിവസം പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് കുട്ടികളുമായിട്ട് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക, കുട്ടികളുമായിട്ട് ക്രിക്കറ്റ് കളിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളി, അങ്ങനെയുള്ള ഫോട്ടോസോ സ്റ്റാറ്റസോ എന്നിവർ ഇടുന്നതായിട്ട് അങ്ങനെ കാണാൻ സാധിക്കുന്നു. ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ദിവസം കുഴപ്പമില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.